ഗൈസ് അങ്ങനെ ഞങ്ങളുടെ വെക്കേഷൻ കഴിയാനായതുകൊണ്ട് അമ്മമ്മോട്ട് പോയതാണ്. അപ്പോൾ ഗൈസ് ആ ബോർഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ് വന്ന് കയറി വീഡിയോ ഒക്കെ എടുക്കാൻ ഞങ്ങൾ മറന്നുപോയി. പക്ഷേ വന്ന പാടെ സംസാരിക്കാനും ഡ്രസ്സ് മാറ്റാനൊന്നും അമ്മ മറന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നാലേ ഞങ്ങൾക്കൊരു ഫ്രീഡം. അപ്പോൾ ഞങ്ങൾ പശുക്കൊക്കെ പുല്ല് ആൻറ്റി വീട്ടിൽ കൊണ്ടുവന്ന പുല്ലൊക്കെ ഞങ്ങൾ പശുക്കൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ എൻ്റെ പരിപാടി എന്താ വെച്ചാൽ ഈ ചാമ്പയ്ക്ക മാങ്ങ അതിൻ്റെ ചോട്ടിൽ പോയി നിൽക്കുക. മൾബറി ഉണ്ടല്ലോ, മൾബറിൻ്റെയും ചോട്ടിൽ പോയി നിൽക്കുക. അവിടെ നിന്ന് ഓരോന്ന് പറയ്ക്കങ്ങട് തൊള്ളയ്ക്കിടുക, കഴിക്കുക. പിന്നെ ഇവിടെ കുഞ്ഞൂസും ആരവും കൂടി നല്ല ചാമ്പയ്ക്ക ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാനതൊന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. നല്ല ബിരിയാണി കേട്ടോ. പിന്നെ ഞാനാണെങ്കിലോ അവിടെ നല്ല മാങ്ങ എടുക്കാൻ വേണ്ടി തോട്ടിയൊക്കെ പിടിച്ചിരിക്കുക. എത്തണ്ടടാ, നമ്മളെയും കൊണ്ടൊന്നും എത്തില്ല, അത് അത്ര മുകളിലാണ്. അപ്പം ഞാൻ കുറേ ശ്രമിച്ചു. പിന്നെ ആരോ പറഞ്ഞു അടിയിലുള്ളത് പറിച്ചാൽ മതി. അപ്പം ഞാൻ ചോദിച്ചു അത് പറിച്ചാൽ എങ്ങനെ നമുക്ക് ചാമ്പയ്ക്കയും കൂടിയും കിട്ടും. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം പറിച്ചപ്പോഴേക്കും ചാമ്പയ്ക്കാൻ മരത്തേക്ക് ചാടി ചാമ്പയ്ക്കളൊക്കെ പാടെ നിലത്തേക്ക് പോകണം. എന്താ വെച്ചാൽ അതൊക്കെ പുഴുണ്ടെന്നാണ് അർത്ഥം. എനിക്കതറിയില്ലല്ലോ. ഞാൻ അതൊക്കെ പാടെ പെറുക്കി കൂട്ടി ഞാൻ ഈ പാത്രത്തേക്ക് ഇട്ടു, കഴുകി വേർതിരിക്കലൊക്കെ ചെയ്തു. പക്ഷെ എന്താ ഗൈസ്, എല്ലാത്തിനും പുഴുവാണ്. പക്ഷെ 2-3-4 എണ്ണത്തിലൊന്നും പുഴുണ്ടായിരുന്നില്ല. അത് കഴിക്കുകയും ചെയ്തു ഗൈസ്. ചാമ്പയ്ക്ക മാങ്ങ ബ്ലൂബെറി നല്ല പുള്ളിയുള്ള സാധനങ്ങൾ കയറ്റിയിട്ട് തന്നെ എനിക്ക് ആദ്യം തന്നെ ജലദോഷം മനക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി പുള്ളി കൊണ്ട് കയറിയൊക്കെ ഇപ്പം തന്നെ എനിക്ക് നല്ല കണ്ണിൻ്റെ പനി കൂടി. പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളൊക്കെ അമ്മമ്മ ഉണ്ടായിരുന്നു കൂടെ. പിന്നെ മാമ പുല്ലിട്ടാൻ പോകുമ്പോൾ മാങ്ങയൊക്കെ കൊണ്ടും. പിന്നെ എൻ്റെ ഒരു മാമനുള്ളൂ കൂടെ. അപ്പം ഞാൻ ഞങ്ങളുടെ വേറൊരു മാമൻ്റെ വീട്ടിലേക്ക് ഞങ്ങളങ്ങനെ പോവാണ്. അപ്പം ഗൈസ് മാമൻ്റെ അവിടേക്ക് പോവാൻ പാടത്ത് കൂടെ ഉണ്ട് വഴി, റോട്ടിൽ കൂടെ ഉണ്ട്. അപ്പം റോട്ടിൽ കൂടെക്കാട്ടിലും പോണ സുഖം പിന്നെ റോട്ടിൽ കൂടെ പോയ ആ കാറിൻ്റെ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെക്കാട്ടിലും കാണുന്ന രസം ഈ പുറത്തു കൂടെ പോകണല്ലേ. ഈ വൈബ് എവിടുന്നേലും കിട്ടും ഗൈസ്. പിന്നെ ഞങ്ങളിത് കൂടെ പോകുമ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്തിലൊക്കെ മഴ പെയ്താൽ നല്ല പോലെ വെള്ളം കയറും, പാടൊക്കെ ആവും ആ ഒരു ഭാഗത്തെ. പിന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ആദ്യം ആരവ. അപ്പം ഞാനങ്ങോട്ട് ഓടിച്ചെന്നു. ഓടിയപ്പോൾ അമ്മ അറിയേക്ക് വെയ്യ, അല്ലെങ്കിൽ മൂക്കൊക്കെ അടഞ്ഞ് ആകെ പണി കിട്ടി നടക്കുക. വെറുതെ ഓടി അതെൻ്റെ അടക്കണ്ട അച്ഛൻ പറഞ്ഞു അവിടുന്ന്. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് എത്തി. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ അറിയാത്ത കുഞ്ഞു ചക്ക പോലത്തെ ഒരു സാധനം കണ്ട്. അപ്പോൾ അതൊക്കെ എന്താ അമ്മ ചോദിച്ചപ്പോൾ അമ്മ അറിയാം. എനിക്ക് എൻ്റെ പേര് ഇപ്പോഴും അറിയില്ല. എന്തൊക്കെയൊരു വായക്കൊള്ളാത്ത പേരൊക്കെ. എനിക്ക് വായക്കൊള്ളാത്തതെന്നല്ല, എനിക്ക് അതൊന്നും കിട്ടിയില്ല എനിക്ക് ആ സാധനം. പിന്നെ ഞങ്ങളങ്ങനെ മാമൻ്റെ അവിടേക്ക് എത്തി. മാമൻ്റെ അവിടേക്ക് എത്തുമ്പോൾ ഈ ഒരു സിഗ്നലാണ് ഇവിടെ. അപ്പം ഞങ്ങളതൊക്കെ ഇങ്ങനെ കയറി ഇത്രയും നടന്നിട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു കയറ്റം കാണുമ്പോൾ എന്താ ഇല്ലാത്തൊരു ഇതുണ്ടാവുമല്ലോ, ഇങ്ങനെ കയറ്റാണ് വലിഞ്ഞ് കയറണ മാതിരി അങ്ങനെ തോന്നി. പിന്നെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ പാറുവിനെ കണ്ടു. പാറു അവിടെ നിൽക്കണ്ടായിരുന്നു. പാറു ഞങ്ങളെ കണ്ട പടി വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ. പിന്നെ ഞാനും അമ്മയും അവിടെ ഇറങ്ങി ഇങ്ങനെ വന്നു. ഇറങ്ങല്ലേ കയറിപ്പോയി. ഇങ്ങനെ കയറിപ്പോയപ്പോൾ പാറുവിനെ കണ്ടപ്പോൾ പാറുവിൻ്റെ അടുത്ത് വിശേഷമൊക്കെ അമ്മ ചോദിച്ചു. പാറു പറഞ്ഞു നല്ല വിശേഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് എത്തിയപ്പോൾ തന്നെ ഉമ്മറത്ത് സച്ചി ചേച്ചിയും ആദ്യ ആരവും കുഞ്ഞൂസും. അപ്പം ഇവർ ഓടിപ്പോയതുകൊണ്ട് തന്നെ അപ്പോൾ ഇവർ നേരത്തെ എത്തി. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറിയപ്പോൾ തന്നെ അമ്മ ചോദിക്കുക, ഇന്ന് 26-ാം തീയതി അല്ലേ, ഇന്നല്ലേ റിസൾട്ട് വരിക, +2കാരൻ്റെ റിസൾട്ടാണ്. അതന്നെയല്ലേ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകാതിരിക്കുന്നത് സച്ചി ചേച്ചി. അപ്പം എല്ലാ +2കാരുടെ റിസൾട്ടൊക്കെ വന്നോ, അതും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും വെക്കേഷൻ അമ്മൂട്ടിക്കൊക്കെ പോയോ? അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഷോർട്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.